ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ വൈകുന്നേരം 3 മണിയായിട്ടോ. അപ്പോൾ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ചായക്ക് വേണ്ടി കപ്പ പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കപ്പ പറിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ കപ്പ മൂത്തൊന്നും അറിയില്ല, പോയി നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കപ്പ. ആകെ അത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഒരു 3-4 കട കപ്പയുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂത്തതായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇലയൊക്കെ കാണുമ്പോൾ അത് ഇങ്ങനെ ചെറിയ തളിരിലയാണ്. എങ്കിലും നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ചാക്കിട്ട് ഞാൻ കപ്പ പറിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അതേ കണ്ട ഇലയൊക്കെ കാണുമ്പോൾ നല്ല തളിരില പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വലിപ്പമുള്ള കപ്പ നോക്കി പറിക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതേ ഇതിൻ്റെ ചോടിൽ വലിയ കുഴപ്പം കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് പറിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഇതാട്ടോ നമ്മുടെ കപ്പ. അപ്പോൾ അതേ മൂത്തിട്ടില്ല കേട്ടോ, കപ്പ ചള്ളാന്ന്. അങ്ങനെ അതേ അമ്മ വന്ന് നോക്കിയപ്പോൾ ചള്ളാന്ന് പറഞ്ഞു, അങ്ങനെ പറിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ കപ്പയും ചായയും ചമ്മന്തി എല്ലാം പോയി, ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വീണ്ടും ഞാൻ ആ മണ്ണ് കയറ്റിയിടാൻ പോവാം. കാരണം കപ്പ ചള്ളാകുമ്പോൾ പിന്നെ പറിച്ച് കഴിഞ്ഞാൽ കയ്പ്പായിരിക്കുമല്ലോ, നല്ല പോലെ കായ്ക്കും. അത് കാരണം പിന്നെ ഞാൻ പറിച്ചില്ല കേട്ടോ. അങ്ങനെ മണ്ണ് മാന്തിയത് വീണ്ടും അതിലേക്ക് തിരികെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ദേ ഞാൻ മണ്ണ് തിരികെ കയറ്റാൻ പോവാണ്. കപ്പയില്ലാത്ത സങ്കടത്തിൽ ഞാൻ പോയി വേഗം ഒരു ചെമ്പരത്തിപ്പൂ പറിച്ചു കേട്ടോ. വെറുതെ അതിലൊന്ന് പോയതാണ്. അപ്പോൾ അതേ ചെമ്പരത്തിപ്പൂ കിട്ടി. മുഖത്ത് ഭയങ്കര കുരു ഉണ്ടായിട്ടോ, ഒരു വലിയ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദിവസം ഇങ്ങനെ ചെമ്പരത്തിപ്പൂ ഉരച്ച് കൊടുത്താൽ മാറുമെന്ന് ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഒരു പൂ പറിച്ചിട്ട് വേഗം തന്നെ മുഖത്ത് നല്ല എന്താ പറയുക ഉരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ മുഖത്ത് നല്ല തിളക്കം കിട്ടും. പിന്നെ അതുകൂടാതെ നമ്മുടെ മുഖം ഇങ്ങനെ ഫേസ് ഇങ്ങനെ വരണ്ടിരിക്കുന്നത് അതൊക്കെ മാറും കേട്ടോ. ചെമ്പരത്തിപ്പൂ നല്ല രസമുണ്ട് കേട്ടോ, മുഖത്ത് ഇങ്ങനെ തേക്കാനായാലും മുഖത്ത് നല്ല നിറം ഉണ്ടാവാനും പിന്നെ കുരുക്കളൊക്കെ പോകാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ട ക്രീമുകളൊന്നും വാരി തേക്കാതെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അധികം തേക്കാറ്. പിന്നെ ചെമ്പരത്തിപ്പൂവ് അതുപോലെ തുളസിയിലൊക്കെ കുരുക്കൾക്ക് നല്ലതാട്ടോ, മുഖക്കുരുവിന്. അപ്പോൾ അതിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് അങ്ങനെയായിരുന്നു കേട്ടോ. പിള്ളേർ കളിക്കുന്ന സ്ഥലമായിട്ടായി കാണുന്നത്. അവർ കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടേതായ ചെളിയും അതുപോലെ ചിരട്ടയും കുപ്പിയും സഞ്ചിയും ഒക്കെ ഇങ്ങനെ നിരത്തി അവിടെ കൊണ്ടുവന്നിടും. അമ്മ അത് കണ്ടു കഴിയുമ്പോൾ ദേഷ്യം വന്നിട്ട് കുറേ ഒച്ചയൊക്കെ എടുക്കും കേട്ടോ. പക്ഷേ പിള്ളേരതൊന്നും കാര്യമാക്കാറില്ല. ഇപ്പോഴുള്ള പിള്ളേരോട് വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയൊക്കെ ആയിട്ട് അവിടെ വൃത്തിയാക്കും കേട്ടോ. അങ്ങനെ ദേ ഇന്നും ഒരു ലോഡ് കച്ചറ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിലൊക്കെ നിരത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പാറു, അതായത് ഞങ്ങളുടെ നായയും പട്ടീനെയും കൊണ്ടുവന്ന് കെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം പുള്ളിക്കാരത്തി വന്ന് എല്ലാ ചപ്പും അതും ഇതൊക്കെ കടിച്ചു പറിച്ച് അവിടേക്ക് ഇടാറുണ്ട്. അങ്ങനെ ദേ വൃത്തിയാക്കാൻ നോക്കിയാൽ അന്നത്തെ ദിവസം പോക്കാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ 5-6 പിള്ളേരുണ്ട് കേട്ടോ. ചേച്ചിമാരുടെ 2-3 മക്കളും അതുപോലെ എൻ്റെ 2 മക്കളും എല്ലാം കൂടി തകിടം മറിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അവരടി മറച്ച് വയ്ക്കുന്ന ടീമായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട.
അങ്ങനെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയാൽ നമുക്ക് തന്നെയും പിന്നെ പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും ഒരു സുഖമല്ലേ. കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് കിടന്നോട്ടേ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ആ പറമ്പെല്ലാം ഒന്ന് അടിച്ചു വാരി കേട്ടോ. വൈകുന്നേരം ആയിരുന്നു സമയം. അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് പറമ്പെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എന്നാൽ ഒന്ന് വിശ്രമിക്കാമെന്നെല്ലാം വിചാരിച്ചു കേട്ടോ. കാരണം എത്ര സമയം നമ്മളിങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം ചൂലൊക്കെ അവിടെ വെച്ചു. പിന്നെ അതേ ആ സഞ്ചിയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടാന്നൊക്കെ വിചാരിച്ചു. ഞാൻ എപ്പോഴും കുറേ സമയമൊക്കെ ഊഞ്ഞാലിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് കുറച്ച് നേരം ആടാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ആടിത്തീർക്കും. എൻ്റെ സ്വഭാവം അതാട്ടോ. ഞാനിങ്ങനെ ഊഞ്ഞാലിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറേ ടെൻഷനൊക്കെ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ആടും. ആരെങ്കിലും വരുന്നുണ്ടോ, വണ്ടികളൊക്കെ പോകുന്നത് ഇങ്ങനെ നോക്കി കുറച്ച് നേരം ആടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടും, നല്ല സുഖമുണ്ട് ഇവിടെ ഇരുന്ന് ആടാൻ. അങ്ങനെ ആട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചൂലും ഇതൊക്കെ എടുത്ത് മുറ്റത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കാരണം ഇനി ആടിക്കൊണ്ടിരുന്ന നേരമില്ല, വൈകുന്നേരം ആയില്ലേ, പിള്ളേർക്ക് ചായ കൊടുക്കണ്ടേ. കപ്പയും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ നേരെ പോയി അടുക്കളയിലേക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ.